നമ്മളുടെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഞാൻ മിണ്ടണ്ട എന്ന് വിചാരിച്ചാണ് 3-4 ദിവസം മിണ്ടാതിരുന്നത്. പക്ഷേ മിണ്ടിയേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയായി ഇന്ന്. എന്താ, ഡി മണി എന്ന പുതിയൊരു കഥാപാത്രം രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി വിദേശത്തേക്ക് കടത്തി ഏതോ ഒരു കപൂറിൻ്റെ മോഡലിലാണെന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിരുന്നല്ലോ തുടക്കത്തിൽ. ഇതൊരു കപൂർ മോഡലാണല്ലോടോ എന്നൊരു കമൻറ്റ് ഒരു ഇൻ്റർവ്യൂ മോഡലിൽ ഹൈക്കോടതി എഴുതിയിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനൊരു ഇൻ്റർനാഷണൽ കണക്ഷൻ ഉണ്ടാകുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. അപ്പോഴാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എഴുതി കൊടുത്തു, ഏതോ ഒരു വ്യവസായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശത്ത് നിന്ന് വാർത്ത വരുന്നു. ഡി മണി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഡി മണി ദുബായ് മണി ആയി. അപ്പം ഡിക്ക് ഒരു ലോങ് ഫോം വന്നു, ദുബായ് മണി. ഈ ദുബായ് മണിക്ക് ഗമ പോരാ, ഒരു ഗുമ്മില്ല എന്ന് കണ്ടിട്ട് ഉച്ചതിരിഞ്ഞപ്പോൾ ഈ സാധനം ദാവൂദ് മണി എന്നായി. അങ്ങനെ ദാവൂദ് ഇബ്രാഹിം രംഗത്ത് വന്നു. ഇതിനി കുറച്ച് കഴിയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് മണി എന്നാകും, അതും ഡി ആണല്ലോ. അങ്ങനെ സംഗതി അമേരിക്കൻ പ്രസിഡൻറ്റിലേക്ക് എത്തും. ഇതെന്താ സാധനം എന്ന് ആർക്കും അറിയില്ല. എന്തൊരു ബഹളമാണ് നടക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ശബരിമലയിൽ ഈ പറഞ്ഞ പഞ്ചലോഹ വിഗ്രഹങ്ങളൊന്നുമില്ല. ശബരിമല അയ്യപ്പൻ കൃഷ്ണശിലാവിഗ്രഹം എന്ന് പറയും, കറുത്ത കരിങ്കല്ല് കൊണ്ടാണ് എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. ഇനി പഞ്ചലോഹമാണോന്നും എനിക്കറിയില്ല. കാരണം അറിവുള്ളവർ പറയുന്നത് പഞ്ചലോഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് ഒരു അത്ര നല്ല കാര്യമല്ല. ചെയ്താൽ തന്നെ അതുടൻ തന്നെ മുഴുവൻ ക്ലീൻ ചെയ്യേണ്ടിയൊക്കെ വരും. കരിങ്കല്ലിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് കൂടുതൽ വിഗ്രഹവും കരിങ്കല്ലായിരിക്കുന്നതും അല്ലെങ്കിൽ കടുശർക്കര യോഗം എന്നൊക്കെ പറയുന്ന രീതിയിൽ തയ്യാറാക്കുന്നതൊക്കെ. ഏതായാലും അഭിഷേകത്തിന് എളുപ്പം ഈ കരിങ്കൽ വിഗ്രഹങ്ങൾ തന്നെയാണ്. അത് വെറും കരിങ്കല്ലല്ല, സെലക്ട് ചെയ്ത് എടുക്കുന്ന കരിങ്കല്ലാണ്. പിന്നെ ശബരിമലയിലുള്ള വിഗ്രഹം എന്ന് പറഞ്ഞാൽ മാളികപ്പുറത്തമ്മ, അതും ഞാൻ കാണുമ്പോൾ അത് കരിങ്കല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ കൊച്ചു കടുത്ത, വലിയ കടുത്ത, കന്നിമൂല ഗണപതി, ഇങ്ങനെയൊക്കെ. ഈ പഞ്ചലോഹത്തിൻ്റെ സാധ്യത വളരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശബരിമലയെ പറ്റി ഈ ബഹളം നടക്കുമ്പോൾ ശബരിമലയും നീലിമലയും അടക്കം ഇളക്കിക്കൊണ്ട് പൊക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുന്ന സ്ഥിതിയായി. ഇതൊക്കെ എന്നെ പോലുള്ളവർ പണ്ടേ കരഞ്ഞ് പറഞ്ഞതാണ്. ഇതിനൊക്കെ കണക്ക് വേണം, നേരെ ചൊവ്വേ ആയിരിക്കണം. ഒന്നുമില്ല, അതൊക്കെ ഇപ്പോൾ എല്ലാം വാരി വലിച്ചങ്ങ് ചെയ്തു. ഇപ്പോൾ എന്തായി, ഒന്നിനും കണക്കുമില്ല, കുമ്മണ്ടിക്കായുമില്ല, ആ സ്ഥിതിയായി. ഇനിയിപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ അന്വേഷിച്ച് ആൾക്കാർ നടപ്പ് തുടങ്ങും. ഞാൻ ഒറിജിനലി നിങ്ങളോട് പറഞ്ഞല്ലോ, കുറച്ച് നാൾ മുമ്പാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. തുടക്കത്തിൽ വാസുവിനെ ഞൊട്ടും എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, വാസുവിനെ ഞൊട്ടും. പ്രത്യേകിച്ച് വാസുവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാസുവിനെ എന്നല്ല, മുരാരി ബാബുവിനെയോ ബൈജുവിനെയോ ആരെയും ഇപ്പോൾ പറഞ്ഞ പത്മകുമാറിനെയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറയുന്നത്, വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നു. കീഴ്ക്കോടതിയിൽ നിന്ന് എനിക്കത് സംഘടിപ്പിക്കാൻ പറ്റിയില്ല കേട്ടോ. ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആ ജഡ്ജിമെൻറ്റ്, ജാമ്യം തള്ളിക്കൊണ്ടുള്ള ജഡ്ജിമെൻറ്റ് ഞാൻ വായിച്ചു. 81 പേജാണ്. കോമൺ ജഡ്ജ്മെൻറ്റാണ്. മുരാരി ബാബു, ബൈജു, പിന്നെ വാസു. പലരുടെയും കുറ്റങ്ങൾ പലതാണെങ്കിലും ജഡ്ജ്മെൻറ്റ് ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഭാഗം പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കോമൺ ഭാഗങ്ങൾ വേറെയുമുണ്ട്. വാസു ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ചെമ്പുപാളി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത് ചെമ്പുപാളി തന്നെയായിരുന്നു, അത് സ്വർണ്ണമായിരുന്നില്ല, സ്വർണ്ണമാണെന്ന് ആര് പറഞ്ഞു? ഇതാണ് വാസുവിൻ്റെ വാദം. അത് സ്വർണ്ണമാണെങ്കിലല്ലേ ഞാൻ മോഷ്ടിച്ചു പിടിച്ചു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അത് ചെമ്പായിരുന്നേ എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് ചെമ്പാണെന്ന് പരിശോധിച്ച് ചെമ്പെന്ന് എഴുതി. അതിൽ തെറ്റെന്താ?
ഇതാണ് വാസുവിൻ്റെ ചോദ്യം. അപ്പോൾ കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചു, ഇത് സ്വർണ്ണമാണെന്നുള്ളതിന് തെളിവെന്താ എന്ന് ചോദിച്ചു. ദേവസ്വം ബോർഡൊന്ന് പരിങ്ങി. ദേവസ്വം ബോർഡ് പറഞ്ഞു, അതൊക്കെ വിചാരണ കോടതി തീരുമാനിക്കേണ്ടതാണ്. ജാമ്യത്തിൻ്റെ സ്റ്റേജിൽ ഇതൊന്നും ഇത്ര ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഹൈക്കോടതി പറഞ്ഞു, അല്ല കാര്യമില്ല, ശരിയാണ്, ജാമ്യാപേക്ഷയിൽ പ്രാഥമികമായിട്ടൊരു കുറ്റമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, അത് കിള്ളിപ്പൊളിച്ച് നോക്കേണ്ട കാര്യമൊന്നും ജാമ്യാപേക്ഷയുടെ സമയത്തില്ല. എന്നാലും ഫോർ ദ പ്ലഷർ ഓഫ് നോളജ് ഒന്ന് അറിയട്ടെ, കാര്യം പറ. കാര്യമില്ല. എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് എഴുതിയൊരു കത്തിൽ ഇത് സ്വർണ്ണമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണമാകുക? ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം കമ്മീഷണർക്ക് കത്തയക്കുന്നു, ഇവിടെ ഒരു സ്വർണ്ണപ്പാളി ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം സ്വർണ്ണമാവില്ലല്ലോ. പിന്നെ എന്താ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വിറ്റ്നസ്സസ് ബാലകൃഷ്ണൻ, നാഗരാജൻ, മണിയാശാൻ, രാമാനുജൻ, പ്രേംജി, കുമാരൻ നായർ, ഭാർഗവൻ, രാജശേഖരൻ, ഇത്രയും പേരുടെ മൊഴിയാണ്. അവർ കണ്ടിട്ടുണ്ട് ഇത് സ്വർണം പൊതിയുന്നത്. ഏത് നമ്മളുടെ വിജയമല്യ സ്വർണം പൊതിയുന്നത് ഈ പറഞ്ഞ ആളുകൾ കണ്ടിട്ടുണ്ട് എന്നവർ പറയുന്നു. അവർ കണ്ടതുകൊണ്ട് അത് സ്വർണ്ണമായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ കോടതിയിൽ ദേവസ്വം ബോർഡ് പറയുകയാണ്, TG മോഹൻദാസ് ഇത് കണ്ടിട്ടുണ്ട് സ്വർണം പൊതിയുന്നത്. ഞാനും കോടതിയിൽ പറയുന്നു, ഞാൻ കണ്ടു സ്വർണം പൊതിയുന്നതാണ്. അതുകൊണ്ടത് സ്വർണ്ണമാകുന്നില്ല. ഞാനത് പരിശോധിച്ചോ? ഇല്ലല്ലോ. അതിൻ്റെ ക്യാരക്ടർ നോക്കിയോ? ഇല്ലല്ലോ. സ്വർണം പൊതിയാൻ നേരത്ത് ഞാനവിടെ വായും പൊളിച്ച് നിന്നു. ഇതല്ലേ പൊതിഞ്ഞത് സ്വർണ്ണമാണെന്ന് എന്നോടാര് പറഞ്ഞു? എൻ്റെ ഒരു വിശ്വാസം, ഞാൻ കണ്ടപ്പോൾ അത് സ്വർണ്ണമാണെന്ന് തോന്നി. അത് പിച്ചളയാവാം, വേറെ എന്തെങ്കിലും ലോഹമാകാം, എന്തുമാകാം. ഇതിനകത്ത് ഇട്ട് കളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 98, 99 കാലഘട്ടത്തിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞു. എന്താ ഈ 98, 99 കാലഘട്ടം കോടതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? 98 99 സെപ്റ്റംബർ ഒക്ടോബർ 8-ാം തീയതിയാണോ 10-ാം തീയതിയാണോ എന്ന് പറയണ്ടേ? ഇവരുടെ കയ്യിൽ, ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ വിജയമല്യയുടെ UB ഗ്രൂപ്പ് കൊടുത്ത ഒരു കത്തുണ്ട്. ആ കത്തിൽ അവർ പറയുന്നു, ഇത്ര സ്വർണം ഇന്ന ആവശ്യത്തിന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ തന്ന കത്ത്. ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡ് എവിടെ? ഇത്രയും സ്വർണം അവിടെ പാകിയിട്ടുണ്ടെങ്കിൽ, പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന സ്ഥലത്ത് പൊതിഞ്ഞ ഇത്ര, ശ്രീകോവിലിന് മുകളിൽ ഇത്ര, താഴെ കുടങ്ങൾക്ക് ഇത്ര, ദ്വാരപാലകന്മാർക്ക് ഇത്ര, വാതിലിന് ഇത്ര, കട്ടിളയ്ക്ക് ഇത്ര, നാഗപ്രതിമയ്ക്ക് ഇത്ര, മണിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണ്ടേ? അതല്ലേ മഹസർ, അതല്ലേ രജിസ്റ്റർ. തിരുവാഭരണ രജിസ്റ്റർ എന്ന് പറയുന്നതിനകത്ത് തിരുവാഭരണം ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും വിവരങ്ങളുണ്ട്. തിരുവാഭരണം മാത്രമില്ല. എന്ത് പരിപാടിയാണ്? ഇത് വലിയ കള്ളത്തരമാണ് കണക്കില്ലാതിരിക്കുന്നത്. പക്ഷേ ആ കള്ളത്തരം ചെയ്ത സ്ഥിതിക്ക് കള്ളന്മാരെല്ലാം രക്ഷപ്പെട്ടു പോകും. പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലത്ത് ബാങ്ക് കൊള്ളയടിക്കും. ബാങ്ക് കൊള്ളയടിക്കുന്നതിൻ്റെ കൂടെ ഈ രജിസ്റ്റർ എല്ലാം കൂടെ കൂട്ടിയിട്ട് തീ കത്തിക്കും കള്ളന്മാർ. അപ്പോൾ അന്ന് പോലീസ് ഇങ്ങനെ അന്വേഷിച്ചു, എടാ ബാങ്ക് കൊള്ളയടിച്ച് കാശ് വേണ്ടിയിട്ട് പോയാൽ പോരെ, ഇവൻ ഈ രജിസ്റ്റർ തീ വയ്ക്കുന്നത് എന്തിനാ? അതന്വേഷിച്ചപ്പോഴാണ് ഈ രജിസ്റ്റർ തീ വയ്ക്കുന്നത് മാനേജറാണ്, കൊള്ളക്കാരനല്ല. കാരണം കണക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ ബാക്കി കാശ് അയാൾക്കും വീട്ടിൽ കൊണ്ടുപോകാം. ഏതായാലും രജിസ്റ്റർ കത്തിപ്പോയല്ലോ. ഇതുപോലെ രജിസ്റ്റർ കത്തിച്ചിരിക്കുകയാണ് ശബരിമലയിൽ, ഒരു കണക്കുമില്ല. അതുകൊണ്ട് കൊള്ളക്കാരനും കൊള്ളയടിച്ചു, മാനേജരും കൊള്ളയടിച്ചു, കമ്മീഷനും കൊള്ളയടിച്ചു, ദേവസ്വം ബോർഡും കൊള്ളയടിച്ചു. ഒന്നിനും കണക്കില്ല, ആരെയും പിടിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ വാസുവിനെ ഞൊട്ടും എന്ന് പറയുന്നത്? പലർക്കും എന്നോട് ദേഷ്യം തോന്നി ഞാനിത് പറയുമ്പോൾ. ഇയാൾ വാസുവിനെ ഞൊട്ടും എന്ന് പറഞ്ഞിട്ട് ഞൊട്ടിയില്ലേ, അറസ്റ്റ് ചെയ്തില്ലേ? പോലീസ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഇരുന്ന ഇരിപ്പിൽ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒരു നക്സലൈറ്റിൻ്റെ ലക്ഷണമുണ്ടല്ലോ, ഇയാൾ ജയിലിൽ ചാടിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കാം. കൊലപാതകം അടക്കം കുറേ ചാർജ് വിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് ഏത് മജിസ്ട്രേറ്റും നമ്മളെ റിമാൻഡ് ചെയ്യും. അപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വേറെ കാര്യം. നിങ്ങൾ വിചാരണയിൽ ജയിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? പ്രോസിക്യൂഷൻ
ഇതാണ് പ്രശ്നം. ദിലീപിൻ്റെ കേസിൽ ദിലീപിനെ പറ്റി എത്ര തെളിവുകളാണ് ടി വി മുഴുവൻ ഹാജരാക്കിയത്? എന്നിട്ട് എന്തായി? വല്ലതും നടന്നോ കോടതിയിൽ? ഈ തെളിവിന് അതിനൊരു മൂല്യം. വെറുതെ ഒരാൾ പറഞ്ഞാൽ പോരുന്നേ ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ തെളിവാകുന്നുണ്ടോ? ഇപ്പോൾ സ്വർണം പൊതിയുന്നതിന് ദൃക്സാക്ഷി ശരി, എന്തോ ഒരു സാധനം പൊതിഞ്ഞു എന്നുള്ളതല്ലാതെ അത് സ്വർണ്ണമായിരുന്നു എന്ന് ദൃക്സാക്ഷിക്ക് പറയാൻ പറ്റുമോ? അയാൾ പരിശോധിച്ചിട്ടില്ലല്ലോ. ഇതാണ് വാസുവിൻ്റെ പോയിൻ്റ്. ഇപ്പോൾ ആ പോയിൻ്റ് ഹൈക്കോടതി പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ള സാങ്കേതികത്വം വെച്ചിട്ട് വാസുവിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. നാളെ വാസുവിന് ജാമ്യം കൊടുക്കേണ്ടി വരുമല്ലോ. എങ്ങനെ പോയാലും 90 ദിവസത്തിനകം ജാമ്യം കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാലോ വിചാരണയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇനി ശങ്കർദാസ് എന്ന് പറഞ്ഞിട്ട് ഈ പത്മകുമാറിൻ്റെ കൂടെയുള്ള ആൾ, അയാൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അയാളെപ്പറ്റിയുള്ള പരാമർശം നീക്കിക്കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാസുവിൻ്റെയും മറ്റും ജാമ്യ ഹർജി തള്ളിയ ജസ്റ്റിസ് ബദറുദ്ദീൻ, അദ്ദേഹം മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്നൊരു ചോദ്യം ആ ജഡ്ജിമെൻറ്റിൽ ചോദിച്ചു. സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, നിയമപരമായിട്ട് മാത്രം, ധാർമ്മികമായിട്ടല്ല ഞാൻ പറയുന്നത്, മോറലായിട്ടല്ല, നിയമപരമായിട്ട് അങ്ങനൊരു ചോദ്യം ഈ ബെയിൽ പെറ്റീഷൻ പരിശോധിക്കുന്ന ജഡ്ജി ചോദിച്ചുകൂടാ. നാരായണനെ ഒരു കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു. നാരായണൻ ഇന്ന കാരണങ്ങളാൽ എനിക്ക് ജാമ്യം കിട്ടണം എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ വരുന്നു. കോടതിക്ക് അതിൻ്റെ ന്യായാന്യായങ്ങൾ നോക്കിയിട്ട് നാരായണന് ജാമ്യം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അതല്ലാതെ തങ്കപ്പനെ എന്താടോ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കാമോ? പാടില്ല. സ്ട്രിക്ട്ലി സ്പീക്കിംഗ് പാടില്ല. ജസ്റ്റിസ് ബദറുദ്ദീൻ ഹാസ് സ്ലൈറ്റ്ലി ഓവർ റീച്ച്ഡ് ഇൻ ദിസ് ജഡ്ജ്മെൻറ്റ്. അത് ശങ്കർദാസ് മിടുക്കനായതുകൊണ്ട് അയാൾ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. സുപ്രീം കോടതിയിൽ മിക്കവാറും ശങ്കർദാസ് ഈ പരാമർശം റദ്ദ് ചെയ്ത് വാങ്ങിക്കും. പരാമർശമേ ഉള്ളൂ, അറസ്റ്റ് ചെയ്യാൻ ഉത്തരവൊന്നുമില്ല. ബട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ വായിക്കാം. വെദർ കെ സുനിൽകുമാർ, RG രാധാകൃഷ്ണൻ, VS രാജേന്ദ്ര പ്രസാദ് ആൻഡ് K രാഘവൻ നായർ were arrested also could not be gathered from the prosecution materials. The order permitting the first accused to take the door frames, door and other items for gold cladding, etc. was signed by A. Padmakumar, the President of Devasam Board, Advocate Vijay Kumar, Member Devasam Board, KP Shankardas, Member Devasam Board, apart from S. Jayashri. It is surprising to note that when asked as to whether Vijay Kumar and KP Shankardas were arrested for the purpose of effective investigation, the learned ADGP, on instructions from the investigation officer, who was also present in open court, submitted that it was not done so far. ഇവരെ അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അവിടെ നിന്നിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, SITയുടെ ഓഫീസർ, അങ്ങേരോട് ചോദിച്ചു. അങ്ങേര് പറഞ്ഞു ഇല്ല, ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് അദ്ദേഹം റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദിസ് വുഡ് ഷോ സീരിയസ് സ്റ്റാഗ്നേഷൻ ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ ആഫ്റ്റർ 5/12/2025. ഡിസംബർ 5 ശേഷം ഈ ഇൻവെസ്റ്റിഗേഷൻ നിന്നു പോയതായിട്ട്, സീരിയസ്ലി സ്റ്റാഗ്നേറ്റ് ചെയ്തതായിട്ട് കാണപ്പെടുന്നു എന്നാണ് ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് KP ശങ്കർദാസ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത്. എനിക്കറിയാവുന്ന ലിമിറ്റഡ് നിയമം വെച്ചിട്ട് ഈ പരാമർശം അയാൾ ക്യാൻസൽ ചെയ്ത് വാങ്ങിയാൽ അത് SITക്ക് ഒരു സെറ്റ് ബാക്കാണ്. SITക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു മടി തോന്നും. കാരണം സുപ്രീം കോടതി പരാമർശം നീക്കി വാങ്ങി എന്ന് വെച്ച് അറസ്റ്റ് ചെയ്യാൻ തടസ്സമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഇതാണ് കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയൂ, ഈ കേസ് നേരെയാണോ പോകുന്നത്?
അല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇതിൻ്റെ ബേസിക് ഫാക്റ്റ് ഇതാണെന്നേ. സ്വർണമാണ്. ഇപ്പം ചെമ്പ് പാളി എന്ന് എഴുതി, അത് സ്വർണമാണെന്ന് ആര് പറഞ്ഞു എന്നാണ് വാസുവിൻ്റെ ചോദ്യം. അതേ ചോദ്യം പത്മകുമാറും ചോദിക്കുന്നുണ്ട് ലോവർ കോർട്ടിൽ. ഹൈക്കോർട്ടിൽ വന്നിട്ടില്ല പത്മകുമാർ. ഇതേ ചോദ്യം മൊരാരി ബാബു ചോദിക്കുന്നുണ്ട്, KS ബൈജു ചോദിക്കുന്നുണ്ട്. ഇത് സ്വർണമാണെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ പറയുന്നത് ഇത് ചെമ്പാണെന്ന്. ഞങ്ങളുടെ റെക്കോർഡിൽ ഇത് ചെമ്പാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഓവർ ആൻഡ് എബവ് നമ്മളുടെ ഗോവർദ്ധൻ റൊദ്ദാം ഗോവർദ്ധൻ എന്ന് പേരുള്ള കർണാടകക്കാരൻ, അയാളുടെ ജാമ്യാപേക്ഷ 278 പേജുണ്ട്. ഞാൻ കുത്തിയിരുന്ന് വായിച്ചു കേട്ടോ. റൊദ്ദാം ഗോവർദ്ധൻ പറയുന്നത് എനിക്ക് തന്നത് ചെമ്പ് പാളികളാണ്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ശ്രീകോവിലിൻ്റെ വാതിലിന് സ്വർണം പൂശി. ആ വാതിലുണ്ടാക്കി. 1-ാം തരം തേക്ക് തടി വാങ്ങിച്ച് അളവെടുത്ത് വാതിലുണ്ടാക്കി. അത് ചെമ്പ് പൊതിഞ്ഞ് അതിൻ്റെ പുറത്ത് സ്വർണം പൂശി തിരിച്ച് ദേവസ്വം ബോർഡിന് കൊടുത്തു. പിന്നെ എന്നോട് പറഞ്ഞു, ഈ കട്ടിളപ്പാളി എന്ന് പറയാറുള്ള സാധനം, അത് ഈ കോടതി വിധിയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത്. കട്ടിളയ്ക്ക് പുറമെ ഒരു പാളി സ്വർണത്തിൻ്റെ വെച്ച് അത് അലങ്കരിക്കുക, ഇതാണ് കട്ടിളപ്പാളി. അപ്പോൾ ഈ കട്ടിളപ്പാളി സ്വർണം പൂശി കിട്ടണം. അത് സ്വർണം പൂശണമെങ്കിൽ അതാദ്യം ചെമ്പ് കൊണ്ടുണ്ടാക്കിയിട്ട് പിന്നെ സ്വർണം പൂശാനേ പറ്റുള്ളൂ. കട്ടിളം മരം കൊണ്ടുള്ളതാണല്ലോ, മരത്തിൽ സ്വർണം പൂശാൻ പറ്റില്ലല്ലോ. സ്വർണം പൂശണമെങ്കിൽ ഒന്നുകിൽ ഇരുമ്പോ ചെമ്പോ എന്തെങ്കിലും ഒരു ലോഹം വേണം, അതിൻ്റെ പുറത്തെ സ്വർണം പൂശാൻ പറ്റുള്ളൂ. സ്വർണം പൊതിയാൻ പറ്റും മരത്തിന് പുറത്ത്, പക്ഷെ പൂശാൻ പറ്റില്ല. അപ്പോൾ അതിന് ചെമ്പ് കൊണ്ട് പാളി ഉണ്ടാക്കി, അതിൽ ഡിസൈനൊക്കെ ഉണ്ടാക്കി, അതിൽ സ്വർണം പൂശി അതും കൊടുത്തു. ഇത് രണ്ടും കൂടെ 10-60 ലക്ഷം രൂപ ഗോവർദ്ധന് ചിലവായി. ഇതെല്ലാം വാങ്ങിച്ചതിനും കൊടുത്തതിനും റെക്കോർഡുണ്ട്. ആ റെക്കോർഡെല്ലാം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഗോവർദ്ധൻ. അങ്ങനെയാണ് അയാളുടെ പെറ്റീഷൻ 278 പേജാവുന്നത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ അയാൾ കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചു കൊടുത്തപ്പോൾ ദേവസ്വം അധികാരികൾ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേറ്റീവ് എഞ്ചിനീയർ, ഇയാളൊക്കെ നിൽക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോ അയാൾ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ചെമ്പ് തന്നു സ്വർണം പൂശാൻ പറഞ്ഞു, ഞാൻ സ്വർണം പൂശി, എൻ്റെ പോക്കറ്റിലെ സ്വർണം എടുത്തിട്ടാണ് പൂശിയത്. സ്പോൺസർ ചെയ്യാമെന്ന് ചോദിച്ചു, ചെയ്യാമെന്ന് പറഞ്ഞു. അയാൾ പണക്കാരനാണ്. 2000 ആണ്ട് മുതൽ പതിവായിട്ട് ശബരിമലയിൽ വരുന്ന ഭക്തനാണ്. അയാൾ 10,000 കിലോ അരി അന്നദാനത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രസീത് അയാൾ ഹാജരാക്കുന്നുണ്ട്. അയാൾ 75,000 രൂപ മുടക്കി പടിപൂജ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രസീത് അയാൾ ഹാജരാക്കുന്നുണ്ട്. ഇതുകൂടാതെ ഏകപ്പെട്ട സംഭാവനയായിട്ട് 5,40,000 20,000 രൂപ വേറെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ രസീത് അയാൾ ഹാജരാക്കുന്നുണ്ട്. ഇതെല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്ത രസീതുകളാണ്. ഇതൊക്കെ ഹാജരാക്കി. ഇത് കഴിഞ്ഞിട്ട് ഗോവർദ്ധനോട് ചോദിച്ചു നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ എന്താ സാർ, എടോ നമ്മുടെ ആ ദ്വാരപാലകന്മാരുടെ പൊതിഞ്ഞ് ഉള്ള ആ ചെമ്പ് അതൊന്ന് സ്വർണം പൂശണമല്ലോ. അയ്യോ സാർ, അത് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. എനിക്കിപ്പോൾ തന്നെ ഒരു 60 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ, അയ്യപ്പനോട് എനിക്ക് വലിയ ഭക്തിയുണ്ട്, ഞാൻ ഒരുപാട് വഴിപാടും സംഗതിയൊക്കെ ചെയ്യുന്നതാണ്, ബട്ട് ഇതിൽ കൂടുതൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല സാറിന്. ശരി എന്നാൽ വേണ്ടെന്നും പറഞ്ഞു. ഇതൊക്കെ ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷയിലുള്ളതാണ് കേട്ടോ, ഞാൻ വായിച്ചു നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ശരി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ഗോവർദ്ധനെ വിളിച്ചു. ഗോവർദ്ധൻ, ഞങ്ങൾ ആ ദ്വാരപാലക പാളികളൊക്കെ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈയിൽ, തനിക്കറിയാമല്ലോ അവരെ? അറിയാം. ഞങ്ങൾ തമ്മിൽ ഏർപ്പാടുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുക, മേടിക്കുക, കൊടുക്കുക, കട്ട് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യാറുള്ളതാണ്. എനിക്കറിയാം കക്ഷികളെ. പങ്കജ് ഭണ്ഡാരി, അത് തന്നെ. ഈ പങ്കജ് ഭണ്ഡാരിയെ കൊണ്ട് ഞങ്ങളത് ചെയ്യിച്ചു. ദേവസ്വത്തിൻ്റെ സ്വർണം കൊടുത്താൽ ചെയ്യിച്ചത്. അതിലൊരു 474 ഗ്രാം സ്വർണം ബാക്കി വന്നിട്ടുണ്ട്. അത് താൻ എടുക്കുന്നോ? കാശ് തരണം. അപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു, അത് ഞാൻ എടുക്കാം, 474 ഗ്രാമല്ലേ ഉള്ളൂ, ഞാൻ എടുത്തോളാം, കാശും തരാം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു, കാശ് എനിക്ക് വേണ്ട, കാശ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേരിൽ DD ആയിട്ട് എടുത്ത് കൊടുക്കണം. ഓ ശരി എന്ന് പറഞ്ഞു. വിലയൊക്കെ പറഞ്ഞു ഒപ്പിച്ച് ഗോവർദ്ധൻ ഈ 474 ഗ്രാം സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന് തന്ന ആളാണ് കൽപേഷ്. ഇപ്പോൾ കൽപേഷിനെ പിടിച്ച് തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുക. അയാളൊന്നും ചെയ്തിട്ടില്ല. അയാളിത് 1/2 കിലോ സ്വർണം
മദ്രാസിൽ നിന്ന് കൊണ്ടുപോയി ബാംഗ്ലൂർ കൊടുത്തു. ഇതാണ് അയാൾ ചെയ്തത്. എന്തുവായിക്കോട്ടെ, അയാളും കുഴപ്പത്തില്ല. അപ്പോൾ ഈ 474 ഗ്രാം സ്വർണം, അതിൻ്റെ വില പല DD ആയിട്ട് ഇയാളുടെ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഗോവർദ്ധൻ്റെ അക്കൗണ്ട്. അപ്പോൾ അവിടെ DD എടുക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് 1,99,000 രൂപയുടെ 10 DDയോ അങ്ങനെ എന്തോ എടുത്ത് അത് HDFCയിലിട്ട് HDFCയിൽ നിന്ന് DD ആക്കിയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുത്തു. ഈ DDയുടെയും കറസ്പോണ്ടൻസ് എല്ലാം റെക്കോർഡ് ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. അത് ഞാനും നോക്കി. DDയുടെ ഒക്കെ ഫോട്ടോ കോപ്പിയൊക്കെ ഉണ്ട്. പിന്നെയും കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോയിട്ട് പറഞ്ഞു ഒരു 10 പവൻ്റെ മാല ലോക്കറ്റും ഒക്കെ ആയിട്ട് മാളികപ്പുറത്ത് അമ്മയ്ക്ക് കൊടുക്കണം. അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയാ 1,70,000 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, അത് ക്യാഷായിട്ട് തന്നേക്കെന്ന് പറഞ്ഞ് അത് ക്യാഷായിട്ടും കൊടുത്തു. ഈ മാലയ്ക്ക് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞു. ആ ഇൻഷുറൻസിൻ്റെ പ്രീമിയമായിട്ട് 43,000 രൂപ അതും അടച്ചു. ഇപ്പം ഗോവർദ്ധൻ പറയുന്നത്, ഞാനൊരു ദിവസം ഈ കടയിൽ ഇങ്ങനെ വാചകമൊക്കെ അടിച്ചിരിക്കുമ്പോൾ പോലീസുകാർ കയറി വന്നു, SIT വന്നിട്ട് എൻ്റെ കടയിലിരിക്കുന്ന സ്വർണത്തിൽ നിന്ന് 474 ഇത്ര ഗ്രാം എന്നുണ്ട്. അത് തൂക്കി അതൊരു സഞ്ചിയിലാക്കി വാടോ വണ്ടി കയറുമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് തിരുവനന്തപുരത്ത് വന്നു. എൻ്റെ ഒന്ന് തൊണ്ടി മുതൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഹാജരാക്കിയിരിക്കുകയാണ്. എന്നെ രക്ഷിക്കണം, എനിക്ക് ജാമ്യം തരണം. ഇതാണ് ഗോവർദ്ധൻ പറയുന്നത്. ഗോവർദ്ധൻ പറയുന്നു, ഞാൻ പങ്കജ ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കൊണ്ടുവന്ന 474 ഗ്രാം അല്ല ഈ 474 ഗ്രാം. ആ ഗ്രാം പണ്ട് കൊണ്ടുവന്നു, അത് ചിലവായി പോയില്ലേ, ആഭരണമായിട്ട് മാലയും മോതിരവും ഭണ്ഡാരവും ഒക്കെ ആയിട്ട് പോയി. ഇപ്പോൾ വന്നിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് സ്വർണം, ഈ വ്യാപാരികൾ ഇമ്പോർട്ട് ചെയ്താണല്ലോ കൊണ്ടുവരുന്നത്, ഡ്യൂട്ടിയൊക്കെ അടച്ച് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. ബാറാണ് കൊണ്ടുവരുന്നത്. ആ ബാറിൽ നിന്നാണ് 474 ഗ്രാം കട്ട് ചെയ്തിട്ട് 501 സോപ്പ് ബാറ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് പോലീസുകാർ ഇതും കക്ഷത്തി വെച്ച് തിരുവനന്തപുരത്തേക്ക് എന്നെയും കൂടെ കൊണ്ടുപോയി. എൻ്റെ തോന്നി തമ്പുരാനെ എന്നെ വെറുതെ വിടണം എന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. ഗോവർദ്ധൻ പറയുന്നതിന് മുഴുവൻ റെക്കോർഡുണ്ടെന്നേ. എനിക്ക് ഈ ഗോവർദ്ധനെ അറിയാൻ മേല, എനിക്ക് അയാളെ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ മൊത്തം റെക്കോർഡ് വെച്ചാണ് അയാൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നു, എനിക്ക് തന്നത് ചെമ്പാണ്, ഞാനത് സ്വർണം പൂശി കൊടുത്തു. വാസു പറയുന്നു, ഞാൻ കൊടുത്തത് ചെമ്പാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറഞ്ഞു എന്നറിയാമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വന്നിട്ടില്ല. പത്മകുമാർ പറയുന്നു ഇത് ചെമ്പായിരുന്നു. ബൈജു പറയുന്നു ചെമ്പായിരുന്നു. മുരാരി ബാബു പറയുന്നു ചെമ്പായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ റെക്കോർഡുമില്ല, അവരുടെ കയ്യിലുള്ളത് സാക്ഷിയാണ്. തെങ്ങ് കയറുമ്പോൾ നമ്മൾ സാക്ഷിയായിട്ട് നിൽക്കുന്നു. വീഴുന്ന തേങ്ങ അത് തേങ്ങയാണോ പേടാണോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? നമ്മൾ കുലുക്കി നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ മോഹൻദാസ് തെങ്ങ് കയറുന്നതിന് സാക്ഷിയാണ്, ആണ്. പക്ഷേ അത് തേങ്ങയാണോ പേടാണോ എന്നുള്ളതിന് മോഹൻദാസിന് പറയാൻ പറ്റില്ല. ഇതുപോലെയാണ് സ്വർണം പൊതിഞ്ഞതിന് സാക്ഷി നിന്നു. ഇത് സ്വർണ്ണമാണോ ഇല്ലെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാം? സാക്ഷിയെ കാണിച്ചാണ് കേസ് തെളിയിക്കാൻ പോകുന്നത് സ്വർണം പൊതിഞ്ഞതിൻ്റെ. അവസാനം നിങ്ങൾ നോക്കിക്കോ, ഇവർ പറയും വിജയമല്ല സ്വർണം തന്നിട്ടേ ഇല്ല, അയാൾ പിച്ചള തകിട് പൂശിയിട്ട് നമ്മളെ പറ്റിച്ചു. ഭൂലോക ഉടായിപ്പാണല്ലോ വിജയമല്ല. 9,000 കോടി രൂപ ബാങ്കിൽ നിന്ന് വെട്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പുള്ളി നാട് വിട്ടിട്ട് ഇപ്പോഴും ഇംഗ്ലണ്ടിലാണ്. ഇന്ത്യയിൽ കാല് കുത്തിയാൽ അറസ്റ്റ് ചെയ്യും. അതാണ് വിജയമല്ലയുടെ സ്ഥിതി. ആ വിജയമല്ലയുടെ തലയിൽ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് മൂക്കോളം മുങ്ങി നിൽക്കുന്നു. ഇനിയിപ്പോൾ അതിന് മുകളിലേക്ക് 3 ആൾ വെള്ളം വന്നാലെന്താ, 4 ആൾ വെള്ളം വന്നാലെന്താ? 9,000 കോടി രൂപയുടെ ഫ്രോഡെന്നും പറഞ്ഞ് നിൽക്കുന്ന ആളിൻ്റെ തലയിൽ ഒരു 100 കോടി രൂപ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ 9,100 കോടി രൂപ അത്രേ ഉള്ളൂ. അങ്ങനെ വിജയമല്ലയുടെ തലയിൽ വെച്ച് നമ്മൾ ഈ കേസ് കെട്ടിപ്പൂട്ടും ഒരു 5-6 വർഷം കഴിയുമ്പോൾ. ഇതിന് കാരണം ശബരിമലയിലെന്നല്ല, ഒരു മലയിലും ഒരമ്പലങ്ങളിലും ഒരു കണക്കുമില്ലാത്തതാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, 1976 മുതൽ കൊച്ചി ദേവസ്വം ബോർഡിൽ സ്വർണത്തിൻ്റെ ഇൻവെൻട്രി എടുത്തിട്ടില്ല എന്ന് നിരന്തരം വേണുഗോപാലൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നു, ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നു. 3 ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ എടുത്തു നോക്കി, 3ലും വേണുഗോപാൽ എഴുതുന്നു 76 മുതൽ ഇൻവെൻട്രി നടന്നിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
തിരുവിതാംകൂറിൽ പൊട്ടിയത് വെറും ബോംബാണെങ്കിൽ കൊച്ചി ദേവസ്വം ബോർഡിൽ പൊട്ടാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബായിരിക്കും, ഗുരുവായൂരിൽ വേറെ എന്തെങ്കിലും ബോംബായിരിക്കും പൊട്ടാൻ പോകുന്നത്, എനിക്കറിയില്ല. ഇവിടങ്ങളിലൊന്നും തന്നെ ഒരു കണക്കുമില്ല, ആഭരണത്തിനോ കാശിനോ ഒന്നിനും ഒരു കണക്കുമില്ല, എല്ലാം വലിച്ചു വരിച്ചിരിക്കുകയാണ്. ഈ റോദാം ഗോവർദ്ധൻ ഹാജരാക്കിയ രസീതൊക്കെ കാണണം കേട്ടോ. കമ്പ്യൂട്ടർ രസീതൊന്നുമല്ല, നമ്മുടെ പഴയ രസീതില്ലേ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡെന്നും പറഞ്ഞ് അച്ചടിച്ചിട്ട് നമ്പർ 0455, പിന്നെ പേന കൊണ്ടാണ് എഴുതുന്നത്, 10 പവൻ മാല, 5000 കിലോ ബിരിയാണി അരി. അന്നദാനത്തിന് എങ്ങനെയാണ് ബിരിയാണി അരി എനിക്കറിഞ്ഞൂടാ. ഗോവർദ്ധൻ കൊടുത്തിരിക്കുന്ന ബിരിയാണി അരിയാണ്, രസീത് ബിരിയാണി അരി എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്നദാനം ബിരിയാണി അരി വെച്ച് നടത്തുന്നത് എനിക്ക് ഇനി വല്ല ഫ്രൈഡ് റൈസോ ബിരിയാണിയാണോ അന്നദാനം എന്ന് പറഞ്ഞാൽ അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ശബരിമലയിൽ നടക്കുന്നതെന്ന്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ നോക്കിയിട്ട് ഒരെത്തും പിടിയും ഇല്ലാതെ അലമ്പായി കിടക്കുകയാണ്. അതിന് പുറമേയാണ് ഈ ദാവൂദ് ഇബ്രാഹിമിനെയും ഡൊണാൾഡ് ട്രംപിനെയൊക്കെ കൊണ്ടുവരുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ. താങ്ക് യു.